രാജ്യത്തെ ആകെ നടുക്കിയ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന് ഇന്ന് 10 ആണ്ട്. കുറ്റപത്രം സമർപ്പിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ വിചാരണ ആരംഭിച്ചിട്ടില്ല. വിചാരണയ്ക്കായി പ്രത്യേക കോടതിയടക്കം തുറന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ നടപടികൾ നീളുകയാണ്. എങ്കിലും ഇപ്പോഴും ആ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് നാട്ടുകാർ മുക്തരായിട്ടില്ല. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് പരവൂരിലെ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം. 2016 ഏപ്രിൽ 10 പുലർച്ചെ ഉണ്ടായ വലിയ വെടിക്കെട്ട്, അതിൽ 111 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതായത് 111 കുടുംബങ്ങൾ അനാഥമായി. 350-ലധികം ആൾക്കാർക്ക് അംഗവൈകല്യമുണ്ടായി. കണ്ണ് കാഴ്ച പോയവരുണ്ട്, കൈകാൽ നഷ്ടമായവരുണ്ട്. അങ്ങനെ കുറേയേറെ ആൾക്കാരുണ്ട്. ഒട്ടേറെ ആൾക്കാർ അതിനുശേഷവും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. ഈ പ്രദേശത്തായിരുന്നു വെടിക്കെട്ട് നടന്നിരുന്നത്. അനുമതിയില്ലാതെ നടന്ന മത്സര കമ്പമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വന്ന ആരോപണം. ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ക്ഷേത്ര പരിസരത്തേക്കും അതുപോലെ തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ദുരന്തം ഉണ്ടായി 10 വർഷം പിന്നിടുന്നു. ആദ്യം ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. പിന്നീട് അത് ക്രൈംബ്രാഞ്ചിലേക്ക് മാറി. ക്രൈംബ്രാഞ്ച് 4.5 വർഷം നീണ്ട അന്വേഷണമാണ് നടത്തിയത്. തുടക്കത്തിൽ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറും ജില്ലാ കളക്ടറും അടക്കമുള്ള ആൾക്കാർ ഇതിൽ പ്രതികളാണ് എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഉദ്യോഗസ്ഥർക്കെല്ലാം ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സ്ഥിതിയാണ്. പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. വിജയ് ചേട്ടാ, എന്തായിരുന്നു എൻ്റെ ഒരു അനുഭവം? പരവർക്കാർക്കെല്ലാം ഒരിക്കലും മറക്കാനാക്കാത്തൊരു അനുഭവമാണ്. ഞാൻ ബോഡി ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതും പിന്നെ അത് അവസാനം എന്താണ് പിക്കപ്പിലാണ് ഞങ്ങൾ വാരി കയറ്റി വിട്ടതും എല്ലാം ഭയങ്കര അനുഭവം തന്നെയായിരുന്നു. കൈയും കാലും അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഈ ക്ഷേത്രത്തിനകത്ത് ഞങ്ങളിങ്ങനെ ഓടി നടന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ നമ്മളുടെ കാലിൽ കയറി ഇങ്ങനെ പിടിക്കുകയാണ്. പിടിച്ചിട്ട് രക്ഷിക്കെന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോലും ഒക്കാത്ത അവസ്ഥയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ അവസാനം ഒരു പിക്കപ്പിലാണ് കയറ്റി വിട്ടത്. ഭയത്തിൽ നിന്ന് ഒരു ആഘാതത്തിൽ നിന്ന് മുക്തനായിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, എൻ്റെ വീട് ക്ഷേത്രത്തിന് തൊട്ട് ബാക്കിലാണ്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ അന്ന് ആ സമയത്ത് ഉറങ്ങാൻ കിടന്നതാണ്. വലിയ സൗണ്ട് കേട്ട്, ബോംബ് പൊട്ടുന്ന പോലുള്ള സൗണ്ട് കേട്ടാണ് എഴുന്നേറ്റത്. ഇപ്പോഴും മുക്തനായിട്ടില്ല. അതുതന്നെയാണ് ആ സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ ഇതുവരെ വിചാരണ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. ചില നിയമ തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതിനാലാണ് വിചാരണയിലേക്ക് പോകാൻ സാധിക്കാത്തത്. പ്രത്യേക കോടതി അനുവദിച്ചു. സ്ഥിരം ജഡ്ജിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഉടൻ തന്നെ വിചാരണ ആരംഭിക്കും. പുറ്റിങ്ങൽ കേസ് പരിശോധിക്കാൻ വേണ്ടി മാത്രം ഒരു ജഡ്ജിയെയും കോടതിയൊക്കെ തന്നെ നിയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ആ സംഭവം ഉണ്ടായ ദിവസം ഞാൻ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്ത സമയമാണ്. ആ സമയത്ത് ഞാൻ ജില്ലാശുപത്രിയിലേക്ക് വരുന്നത്. മൊത്തം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മൃതദേഹങ്ങളായിരുന്നു അന്ന് കാണാൻ സാധിച്ചത്. ആ ഒരു വലിയ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമാണ്. 10ാം വാർഷികമാണ്. വലിയ ഭയത്തിലും അല്ലെങ്കിൽ ആ ഒരു ഞെട്ടൽ, ആ ദുരന്തമുണ്ടാക്കിയതിന് ഞെട്ടൽ തന്നെയാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ബിനോചേട്ടനായാലും വിജയചേട്ടനായാലും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും തന്നെ. അടിയന്തരമായി ഈ വിഷയത്തിൽ കോടതിയുടെ തീർപ്പുണ്ടാകണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.